അതിലെ ഹെഡ് ഡോക്ടർ സമ്പൂർണ്ണാനന്ദ ആയിരുന്നു. ഡോക്ടർ സമ്പൂർണ്ണാനന്ദ. അടുത്തത് നിങ്ങൾക്ക് അറിയുന്നതാണ് ദ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ. ഏതാ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ? അറിയാലോ, മുതലിയ ഡോക്ടർ എ ലക്ഷ്മണസ്വാമി മുതലിയ ഹെഡഡ് ബൈ. വർഷം അറിയോ? വർഷം ഏതാ വർഷം? അല്ല, 52. 54. Yes. Secondary Education Commission. അടുത്താണ് കോപ്പാരിയിൽ ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ. ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ 64-66 ഹെഡഡ് ബൈ DS കോപ്പാരി. ഹെഡഡ് ബൈ DS കോപ്പാരി. അതിലാണ് പറഞ്ഞത് ടീച്ചിങ് ഓഫ് സോഷ്യൽ, മോറൽ ആൻഡ് സ്പിരിച്വൽ വാല്യൂസ് ആർ ഇമ്പോർട്ടന്റ് ഇൻ സ്കൂൾ എന്ന് പറഞ്ഞത്. സ്കൂളുകളിൽ നിർബന്ധമായും സോഷ്യൽ, മോറൽ ആൻഡ് സ്പിരിച്വൽ വാല്യൂസ് പഠിപ്പിക്കണം എന്ന് പറഞ്ഞ കമ്മിറ്റിയാണ്. പിന്നെ അവസാനം ദ കരിക്കുലം ഫ്രെയിംവർക്ക് ഡെവലപ്ഡ് ബൈ NCERT. The curriculum framework developed by NCERT. 1975 NCERT നടപ്പാക്കിയ കരിക്കുലം ഫ്രെയിംവർക്ക്. അതിൽ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സോഷ്യൽ സയൻസ് പഠിപ്പിക്കുമ്പോൾ അതിൽ ഹ്യൂമാനിസം, സെക്കുലറിസം, സോഷ്യലിസം, അതേപോലെ ഡെമോക്രസി, ഇത്തരം മൂല്യങ്ങളെ കുറിച്ച് പഠിപ്പിക്കണം എന്ന് പറയുന്നത് ദ കരിക്കുലം ഫ്രെയിംവർക്ക് ഡെവലപ്ഡ് ബൈ NCERT. എന്ത് പഠിപ്പിക്കുമ്പോൾ? സോഷ്യൽ സയൻസ് പഠിപ്പിക്കുമ്പോൾ അതില് ഹ്യൂമാനിസം, സെക്കുലറിസം, സോഷ്യലിസം, ഡെമോക്രസി എന്നിവ പഠിപ്പിക്കണം. അപ്പൊ നിങ്ങൾ ഇത്രയും കമ്മിറ്റി ഓർത്തിരുന്നാൽ മതി. വാല്യൂ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കമ്മിറ്റികൾ അതിലൊക്കെ എന്തൊക്കെ പറഞ്ഞു, എന്തൊക്കെ നിർദ്ദേശിച്ചു തുടങ്ങിയ വർഷവും ഒക്കെ ഇനിയാണ് ശ്രദ്ധിക്കുക. ഇനിയാണ് പ്രധാനപ്പെട്ടത്. വാല്യൂവുമായി ബന്ധപ്പെട്ട ക്രൈസിസ് ഉണ്ടാവാറുണ്ട്, പ്രത്യേകിച്ച് ഇപ്പോൾ. നോക്കൂ, ഇപ്പൊ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മൂല്യങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യം കാണുന്നില്ല. കുട്ടികളൊക്കെ ഈ പരമ്പരാഗത മൂല്യങ്ങളൊന്നും അത്ര അതിലൊന്നും താല്പര്യമില്ല. കാരണം ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റ്, സയൻസ് ആൻഡ് ടെക്നോളജിന്റെ ഡെവലപ്മെന്റ്, ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കുട്ടികളുടെ അടിസ്ഥാന മൂല്യങ്ങൾ പലതും നഷ്ടപ്പെട്ടു. ഒരു അധ്യാപകനെ നിങ്ങൾ പഠിപ്പിച്ച അധ്യാപകൻ ലിഖിതമോ അലിഖിതമായ കാര്യമാണ് നിങ്ങൾ ഇനി കണ്ടാൽ ഇപ്പോൾ ഒരാഴ്ച അല്ലെ 2 ആഴ്ച 3 ആഴ്ച ഒരു മാസം ഞാൻ ഈ മെസ്സേജ് വഴിയോ അല്ലെങ്കിൽ പേരാമ്പ്ര വഴിയൊക്കെ പോകുമ്പോൾ നിങ്ങളെ കണ്ടുപിടിക്കും. നല്ല ഒരു മാസം വരെയൊക്കെ പിന്നെ നല്ല അനുഭവം. ഞാൻ കണ്ട് നിങ്ങളോട് ചോദിച്ചാൽ മാത്രം ചിലപ്പോ ഞാൻ ഇങ്ങോട്ട് വരാൻ എന്നിട്ട് പറയും. അല്ലെങ്കിൽ സത്യമായി ഇത് ഞാനും എന്റെ അധ്യാപകര് കണ്ടിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അത്രയുള്ളൂ. പക്ഷെ അങ്ങനെയല്ല. മൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു അധ്യാപകനെ പഠിപ്പിച്ചൊരു അധ്യാപകനെ കണ്ടു കഴിഞ്ഞാൽ എവിടെയും പോവും, എന്നിട്ട് കാര്യങ്ങളൊക്കെ തിരക്കും, സുഖാണോ സന്തോഷമാണോ എന്നാണ് ചോദിക്കും. ഇതൊക്കെ നമ്മളൊരു ഇതാണ്. അപ്പൊ അത്തരം മൂല്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ്. ഇതിനെയാണ് വാല്യൂ ക്രൈസിസ് എന്ന് പറയുന്നത്. അപ്പം ഒരു ചോദ്യം, പ്രധാനപ്പെട്ട വാല്യൂ ക്രൈസിസ് എന്തൊക്കെയാണ്? വാല്യൂ ക്രൈസിസ് വാല്യൂ ക്രൈസിസ് എന്താ വാല്യൂ ക്രൈസിസ് എന്ന് ചോദിച്ചാൽ ഒന്ന് കേൾക്കുന്നിട്ട് എഴുതാം.
Modern scientific and technological advancement has brought revolutionary changes in the traditional values. ഇതാണ് നിങ്ങൾ പരീക്ഷ എഴുതുന്നത് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ഒരുപാട് എഴുതി, പക്ഷെ എനിക്ക് മാർക്ക് കുറഞ്ഞു. കുട്ടികളുടെ പരാതി ഇതാണ്, ഞാൻ ഒരുപാട് എഴുതി. നിങ്ങൾ എന്താ എഴുതിയത്? പോയിന്റ് ആണോ? വാല്യൂ പോയിന്റ്സ് ആണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. ഒരു പരീക്ഷ വാല്യൂ ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാ? വെറുതെ ഇങ്ങനെ നോക്കിയല്ല, അതിൽ വാല്യൂ ആൻസർ കീ ഉണ്ട്, ആൻസർ കീ വെച്ചിട്ടാണ്. നിങ്ങൾ പരീക്ഷ നടത്തിയില്ലേ? അപ്പൊ അതിൽ ആൻസർ കീ വെച്ചിട്ടല്ലേ പരീക്ഷ നടത്തിയത്? ആണോ എന്ന് വിചാരിക്കും. ബുദ്ധിമണ്ടൊക്കെ നടത്തിയില്ലേ? ഇതിലൊരു ആൻസർ കീ അല്ലെ വാല്യൂ പോയിന്റ്സ് ഉണ്ട്. ആ വാല്യൂ പോയിന്റ്സിനകത്തുള്ളതാണ്. അപ്പൊ എന്താ വാല്യൂ പോയിന്റ് എഴുതിക്കോളൂ. മോഡേൺ സയന്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്. മോഡേൺ scientific and technological advancement. Modern scientific and technological advancement has brought revolutionary changes. Revolutionary changes has brought revolutionary changes in the traditional values. പരമ്പരാഗതമായ മൂല്യങ്ങളിൽ വലിയ മാറ്റമുണ്ടാക്കിയിട്ടുണ്ട് ആധുനിക ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മാറ്റങ്ങൾ. ഇതിനെയാണ് മൂല്യ ശോഷണം. ഇതാണ് വാല്യൂ ക്രൈസിസ്. ഇതിനുള്ള കാരണങ്ങൾ, factors responsible for എന്താ കാരണം? ഒന്ന് impact of Western philosophy. പാശ്ചാത്യ തത്വചിന്തയുടെ കടന്നുകയറ്റം. impact of Western philosophy നമ്മുടെ പത്രമാധ്യമങ്ങളിലൂടെയും അല്ലെങ്കിൽ TV ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ സിനിമകളിലൂടെയൊക്കെ കടന്നു വരുന്ന പാശ്ചാത്യ സംസ്കാരം അത് നമ്മളെ വല്ലാണ്ട് ബാധിക്കുന്നുണ്ട്. നമ്മളതിന്റെ കൂട്ടം. രണ്ട്, explosion of scientific knowledge. Explosion of scientific knowledge. ശാസ്ത്ര അറിവുകളൊക്കെ ഉണ്ടല്ലോ, ശാസ്ത്രീയ അറിവുകളുടെ വിസ്ഫോടനം എന്ന് പറയും. എക്സ്പ്ലോഷൻ ഓഫ് സയന്റിഫിക് നോളജ്. നിങ്ങൾ ഇംഗ്ലീഷിലോ മലയാളത്തിലോ എന്തെങ്കിലും എഴുതിയിട്ടാണ്. മൂന്ന്, ഇൻഡസ്ട്രിയലൈസേഷൻ. റാപ്പിഡ് ഗ്രോത്ത് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ മാത്രമല്ല, അർബനൈസേഷൻ. വളരെ പെട്ടെന്ന് നമ്മുടെ ഗ്രാമങ്ങളൊക്കെ നഗരങ്ങളായി മാറിക്കൊണ്ടിരിക്കും. ചെറിയ ചെറിയ ഗ്രാമങ്ങൾ പോലും ടൗൺഷിപ്പുകളോ അല്ലെങ്കിൽ വില്ലകളോ ഒക്കെ വന്ന് നഗരത്തിന്റെ സ്വഭാവം കൈവരിക്കുന്നു. നമ്മുടെ പാലത്തോട് പോലും ഒരു 5-10 കൊല്ലത്തിനകം ഒരു നഗരത്തിന്റെ സ്വഭാവത്തിലേക്ക് വരുമ്പോൾ ഗ്രാമങ്ങൾ നഷ്ടപ്പെടുകയും ഗ്രാമത്തിന്റെ മൂല്യങ്ങളും നഷ്ടപ്പെടുകയും ചെയ്യും. അവിടെയുള്ള ആളുകളും രണ്ടാമണ്ടാത്ത അവസ്ഥയിലെത്തും. നഗരത്തിലൊക്കെ എങ്ങനെയാണ്? ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്നതിന് അപ്പത്താരെന്നറിയില്ല, അവിടെ ഒരു മരണം നടന്നാൽ പോലും അറിയില്ല. ഇവിടെ ആൾ താമസം ചോദിച്ചാൽ പോലും ആർക്കറിയില്ല. ഒരു ചുമരിന്റെ അപ്പുറത്തായിരിക്കും മറ്റേയാളെ മുറി എന്ന് ശരിയില്ല. അതേ സംസ്കാരത്തിലേക്ക് നമ്മൾ നിന്ന് നമ്മളെ പ്രശ്നമാണെങ്കിൽ മാത്രം നമ്മൾ ഏറ്റെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എല്ലാ പ്രശ്നങ്ങളും വരും. മൂന്ന്, ശരിയാ. നാലാമത് സോഷ്യൽ മലൈസ്. സോഷ്യൽ, SOCIAL, MALAIS.